ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 25-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ് നാം ശ്രമിക്കുക. അവിടെ ഇപ്രകാരം പറയുന്നു: കർത്താവിനും മനുഷ്യർക്കും പ്രീതികരമായവ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ഞാൻ 3 കാര്യങ്ങളിൽ സംപ്രീതനാണ്. കർത്താവിനും മനുഷ്യർക്കും പ്രീതികരമായവ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. 1, സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽവാസികളുടെ സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള ലയം. സഹോദരന്മാരുടെ യോജിപ്പ്, അയൽക്കാരുമായുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള ലയം. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരമുള്ള ലയം എന്ന് വിവക്ഷിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും 2 വ്യത്യസ്തമായ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് വന്നവരാണ്. 2 പേർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ഉദാഹരണത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, നമ്മളൊരു നല്ല ചായ കുടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ, ഒരു പാൽ ചായ കുടിക്കണം എന്ന് വിചാരിക്കുക. അതിൽ നല്ല ചായപ്പൊടിയും നല്ല പാലും ചേർത്ത് കഴിയുമ്പോൾ, അതിൻ്റെ അളവിൽ ചേർത്ത് കഴിയുമ്പോൾ, യോജിച്ച് കഴിയുമ്പോൾ അത് നമ്മൾക്ക് പ്രീതികരമായി മാറുക. ചായ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെതായ കുറവുകൾ ഉണ്ട്. പാല് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും അതിൻ്റെതായ കുറവുകളുണ്ട്. ആ ലയിച്ച് കഴിയുമ്പോഴാണ്, ലയത്തിലാണ് നല്ല ഒരു ചായ കുടിക്കുവാൻ നമുക്ക് കഴിയുന്നത്. ചായ നല്ലതാണെങ്കിൽ അത് ചായപ്പൊടിയുടെയോ പാലിൻ്റെയോ ഗുണമെന്ന് നമ്മൾ പറയാറില്ല. ചായ നന്നായിരുന്നു. ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ പരസ്പരം ലയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. മധുരം വേണ്ടവർക്ക് മധുരം വിട്ട് കഴിയുമ്പോൾ അല്പം കൂടി സ്വാദിഷ്ടമാകും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എന്നും സ്നേഹം നിറഞ്ഞു നിൽക്കണം. ജീവിതത്തിൽ എന്നും മധുരമുള്ളതായി തീരണം. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരമായ ലയത്തിൽ ഈശോയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈശോയും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം മധുരതരമായി തീരുക. അതിനാൽ സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് പോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള ലയത്തിലും, സഹോദരന്മാരുടെ യോജിപ്പിലും, അയൽവാസികളുടെ സൗഹൃദത്തിലും നമുക്കായിത്തീരുവാൻ പ്രത്യേകം ശ്രമിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ. ഇന്ന് നഴ്സിംഗ് പരീക്ഷയിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവിധ പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. ആ പരീക്ഷയിലെല്ലാം ഉന്നതമായ വിജയം നേടുവാൻ തക്ക വിധം ദൈവത്തിൻ്റെ ആത്മാവ് അവളെ കടന്നു വന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.